നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ്. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം വെടിയുതിർക്കുകയാണ്. അതിർത്തിയിൽ കഴിയുന്ന പല ഗ്രാമീണരും വളരെ ഭയത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള കശ്മീരിലെ ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം നോക്കാം. ഭയ്യ ആപ്കാ നാം? अल्ताफ़ हुसैन। ये LOC से बहुत नज़दीक है ना? जी हाँ, नज़दीक है। नज़दीक। जी हाँ, आधा किलोमीटर भी नहीं है। इधर लगातार फायरिंग हो रहा है ना पाकिस्तान के तरफ से? जी बहुत हो रहा है सर, लगातार हो रहा है सर। फायरिंग का आवाज़ इधर सुन सकता है? आवाज़ नहीं, फायरिंग लगता है सर। इधर 2020 में इधर 250 मोटर गोला पड़ा था सर पाकिस्तान का। 250 गोला इस गांव हमारे में। जी हाँ। आप लोग उस समय क्या करता है? हमें अपने बैंकर बनाए हुए थे सर, उन्हीं में छुप गए थे। आपको डर है? बहुत डर है सर, बहुत डरे हुए हैं। अच्छा। बहुत ज़्यादा डरे हुए हैं। पहलगाम आतंकवादी हमले के बारे में आपकी राय क्या है? जो पहलगाम में हुआ ये अच्छा नहीं हुआ, ये बहुत बुरा हुआ। इसको हम कंडम करते हैं। ये अच्छा नहीं हुआ। जिन्होंने ये किया उनको सज़ा मिलनी चाहिए, फांसी के फंदे तक पहुंचनी चाहिए। ഈ ബങ്കറിൽ കയറുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഇന്ത്യ പാക് അതിർത്തിക്ക് സമീപത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ബങ്കർ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നേരത്തെ രജോരിയിലെ ബങ്കർ കണ്ടിരുന്നു. ഇത് പക്ഷേ കശ്മീരിലെ ഒരു അതിർത്തി ഗ്രാമത്തിലെ ബങ്കറാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ ജഗദീഷിനോടും ഞാൻ ഉള്ളിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ്. നമുക്കത് കാണാം. ഓ ये सब कंक्रीट में है? जी हाँ, बंकर ये कंक्रीट में है सर। अच्छा, अगर शेलिंग होता है तो भी रुकावट बहुत होता है सर इसका, लेकिन फायरिंग का बहुत रुकावट होता है। अगर गोला मोटर का ऊपर भी पड़ता है तो इसको कुछ नहीं होता। फायरिंग होता है या शेलिंग होता है, आप इधर आने में आप सेफ होगा? जी सही होता है, सही। हम अपने आप को सही महफूज करार करते हैं। जी हाँ, बाल बच्चे को भी इधर ही छुपाते हैं, महफूज रहते हैं। तहसीलदार साहब हमें कहते हैं कि आप ऐसे बैंकर में। अच्छा। जी हाँ। इसका खर्चा सरकार दे दिया? सरकार ने दिया सर, पूरा केंद्र सरकार ने दिया। कितना लोग रहते हैं इसमें? पूरा मोहल्ला है लगभग सर 17 आदमी का है। इसलिए हम गवर्नमेंट से कहते हैं कि हमें और बैंकर दिए जाएं सर। अच्छा। इसमें बहुत सेफ्टी है, बहुत। जी हाँ। इस बंकर को क्या बोलता है? इसको मोदी बैंकर बोलते हैं सर। മോദി ബങ്കർ എന്നുകൂടി ഈ ബങ്കറിന് ഈ മേഖലയിൽ അറിയപ്പെടാറുണ്ട്. നമ്മൾ നേരത്തെ രജൗരിയിൽ ബങ്കർ കണ്ടിരുന്നു. ആ ബങ്കറിൻ്റെ അത്ര സൗകര്യം ഇവിടുത്തെ ബങ്കറിനില്ല. പക്ഷേ ഈ ബങ്കർ മുഴുവനായി ഈ കോൺക്രീറ്റിലാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷ കൂടുതലാണ്. കാരണം ഇത് വളരെ അടുത്ത് ഷെല്ലിംഗ് ഒക്കെ നടക്കുന്നതിൻ്റെ വളരെ അടുത്താണ് എന്നാണ് ഈ ഗ്രാമീണരൊക്കെ പറയുന്നത്. പക്ഷേ ഈ നിലവിൽ ഈ പറഞ്ഞതുപോലെ വെടിനിർത്തൽ കരാറൊക്കെ ലംഘിക്കുന്നുണ്ടെങ്കിലും ആൾക്കാർ സുരക്ഷിതരാണ്. അവർക്ക് ഭയമുണ്ടെങ്കിൽ കൂടിയും അവരുടെ സുരക്ഷ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ആശങ്കയും അവർക്കില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ഒരു ഗ്രാമത്തിൽ നിന്നും ജഗദീഷ് കൃഷ്ണനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്. നമുക്കിപ്പം ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, ഈ ആളുകളുടെ അവസ്ഥ കേൾക്കുമ്പോൾ തന്നെ നമുക്കും വിഷമമുണ്ട്. കാരണം അവർ ഭയത്തോടു കൂടിയാണ് അവരവിടെ നിൽക്കുന്നത്. കാരണം ഈ ഒരു യുദ്ധമുനമ്പിൽ നിൽക്കുന്നത്. പക്ഷേ മോദി ബങ്കറിൽ അവർ സുരക്ഷിതരാണ് എന്നും പറയുന്നു. ബാലു, ആ ബങ്കറിൽ കയറി എന്തായിരുന്നു അവിടെ എത്തിയപ്പോഴുള്ള ഒരു അനുഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ജയലക്ഷ്മി, നമ്മൾ ഇത് രണ്ടാമത്തെ ബങ്കറാണ് സന്ദർശിക്കുന്നത്. കാരണം ആദ്യം നമ്മൾ സന്ദർശിച്ചിരുന്നത് ജമ്മു മേഖലയിലുള്ള ബങ്കറിലായിരുന്നു. ഇത് പക്ഷേ വടക്കൻ കശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഒരു ബങ്കറിലാണ് നമ്മളിപ്പോൾ പോയിരിക്കുന്നത്. ഈ നിയന്ത്രണ രേഖയ്ക്ക് ഏറ്റവും അടുത്തുള്ള സംഘർഷം ഏറ്റവും അധികം ശക്തമായ ഒരു പ്രദേശത്തുള്ള ഈ ബങ്കറിലായിരുന്നു നമ്മൾ പോയിരുന്നത്. ഈ ജമ്മുവിലെ ബങ്കറിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ബങ്കറിന് കുറേ വ്യത്യസ്തതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ഈ ചുമരുകളൊക്കെ, ഈ ബങ്കറിൻ്റെ ചുമരുകളൊക്കെ ഭയങ്കര ഈ ശക്തമാണ്. ഈ കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിരന്തരമായിട്ട്, അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നിരന്തരമായിട്ട് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന മേഖലയാണ്. ഈ നാട്ടുകാരുടെ ഈ വാക്കുകളൊക്കെ തന്നെ ഇപ്പോൾ കേട്ടതാണ്. അതായത് മിക്ക ദിവസവും രാത്രി ഈ പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യൻ പോസ്റ്റുകളിലേക്കൊക്കെ വെടിവെക്കുന്നുണ്ട്. വളരെ അടുത്തുള്ള വീടുകളാണ്, ബങ്കറുകളും ഈ ഗ്രാമവുമൊക്കെയാണ് ഇത്. പക്ഷേ ഇന്ന് വരെ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഈ വെടിയൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ജനങ്ങൾക്ക് അല്പം ഈ ഭയമൊക്കെ ഉണ്ട്. നേരത്തെ ഇപ്പോൾ നമ്മൾ
ഞങ്ങളോട് സംസാരിച്ച വ്യക്തി തന്നെ പറയുന്നു 2020 ഏതാണ്ട് 250 മോട്ടോർ ഷെല്ലുകളാണ് ആ ഗ്രാമത്തിൽ പതിച്ചിരുന്നത്. നമുക്ക് ഞാൻ ആ ഗ്രാമത്തിൽ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ തകര കൊണ്ടുള്ള ഷീറ്റുകളൊക്കെ അതിലൊക്കെ ഈ ദ്വാരമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. കാരണം അത്രത്തോളം ഫയറിംഗ് റേഞ്ചിനകത്ത് പാകിസ്ഥാൻ്റെ ഫയറിംഗ് റേഞ്ചിന് ഉള്ളിൽപ്പെടുന്ന പ്രദേശമാണ്. പക്ഷേ അവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് ഈ ബങ്കറുകൾ, അതായത് 2020 ശേഷമാണ് ഈ ബങ്കറുകൾ പണിതിരിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് ഈ ബങ്കറുകൾക്ക് പൂർണ്ണമായ സാമ്പത്തിക സഹായമൊക്കെ നൽകിയത്. ശരി ഈ ശരി ബങ്കർ ബാലു, ഞാൻ തിരികെ